എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആഫ്റ്റർ എഫക്ട്സ് എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. എന്താണ് ആഫ്റ്റർ എഫക്ട്സ് എക്സ്പ്രഷൻസ്, എന്തിനാണ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആൻഡ് ഫൈനലായിട്ട് കോമൺലി യൂസ് ചെയ്ത് വരാറുള്ള 2-3 എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനും പഠിക്കാം. സോ വെൽക്കം ടു ആഫ്റ്റർ എഫക്ട്സ് എക്സ്പ്രഷൻസ് ബേസിക് വീഡിയോ. ഫസ്റ്റ് എന്താണ് എക്സ്പ്രഷൻ എന്ന് നോക്കാം. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡാണ് ആഫ്റ്റർ എഫക്ട്സ് എക്സ്പ്രഷൻസ്. സോ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടോമേറ്റഡ് കോഡ്സ് ആണിത്. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്രഷൻസും ഉണ്ട്, അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഉണ്ട്. നമ്മളിതെല്ലാം കാണാൻ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ബട്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത് എന്തിനാണ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ടൈം സേവ് ചെയ്യാനും അതുപോലെ ആനിമേഷൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുമാണ് നമ്മൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ്. ഇനി പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് ഫ്രണ്ടിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. എനിക്കിത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റിയിട്ട് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം, വീണ്ടും പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റിയിട്ട് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ കോമ്പോസിഷൻ എൻഡ് ചെയ്യുന്നോടം വരെ ചെയ്യണം. ഇത് കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ആൻഡ് കുറേ കീ ഫ്രെയിംസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ നമുക്കിനി കീ ഫ്രെയിംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കീ ഫ്രെയിംസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൂപ്പ് ഔട്ട് എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഇത് ലൂപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി ഞാൻ ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ലൂപ്പ് ഔട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ കോമ്പോസിഷൻ തീരുന്നോടം വരെ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. സോ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ടൈം സേവ് ചെയ്യാനും ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും കഴിയും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എക്സ്പ്രഷൻസ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് എക്സ്പ്രഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട മാത്ത് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്ലസ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷന് വേണ്ടിയാണ്, മൈനസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ഷന് വേണ്ടിയാണ്, ആൻഡ് ഫോർവേഡ് സ്ലാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിവിഷന് വേണ്ടിയാണ്, ആൻഡ് ഫൈനലായിട്ട് സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ്. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ കീ ഫ്രെയിമബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസിൽ ആങ്കർ പോയിന്റ്, പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻ, ഒപ്പോസിറ്റി ഇങ്ങനെ കീ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിലാണ് നമ്മൾ എക്സ്പ്രഷൻസ് ആഡ് ചെയ്യുന്നത്. നമുക്കിവിടെ എക്സ്പ്രഷൻസ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഇനേബിൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് എഡിറ്റ് എക്സ്പ്രഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു ഷോർട്ട് കട്ടാണ്, നമ്മൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് Alt + Shift + ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് ആനിമേഷൻ എഡിറ്റ് എക്സ്പ്രഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നാലാമത്തെ മെത്തേഡ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡും അതുപോലെ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്ത് വരുന്ന മെത്തേഡാണ്. Alt ഹോൾഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് വാച്ചിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളൊരു പ്രോപ്പർട്ടിയിൽ എക്സ്പ്രഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഐക്കൺസ് കാണാം. ഫസ്റ്റ് എക്സ്പ്രഷൻ ലാംഗ്വേജ് മെനു കാണാം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കുറേ എക്സ്പ്രഷൻസ്, വേരിയബിൾസ്, ഫംഗ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഇവിടെ പിക്ക് വിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ്റെ ഗ്രാഫ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ ഒരു വിഗിൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യുവാണ്. ഇനി നമ്മളിവിടെ ഗ്രാഫ് എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ്റെ ഗ്രാഫ് കാണാം. ആൻഡ് ഫൈനലായിട്ട് ഇവിടെ എക്സ്പ്രഷൻ ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സ്പ്രഷൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ഹെൽപ്പിൽ പോവുകയാണെങ്കിൽ എക്സ്പ്രഷൻ റെഫറൻസ് ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആൻഡ് നിങ്ങൾ എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസിൽ സ്ക്രിപ്റ്റിംഗ് ആൻഡ് എക്സ്പ്രഷൻസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്രഷൻസിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇത് തൽക്കാലം ക്യാൻസൽ ചെയ്യുവാണ്. നിങ്ങൾക്ക് എക്സ്പ്രഷൻസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന 2-3 എക്സ്പ്രഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ടൈം എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ക്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്കിവിടെ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ മിനിറ്റിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. എനിക്ക് 2 സെക്കൻഡ് കൂടുമ്പോൾ ഇതിൽ ഫുൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. സോ ഞാൻ 2 സെക്കൻഡിലേക്ക് പ്ലേ ഹെഡ് മാറ്റിയിട്ട് റൊട്ടേഷൻ്റെ വാല്യൂ 1 കൊടുത്തു. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ 2 സെക്കൻഡ് കൂടുമ്പം ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കോമ്പോസിഷൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ്. സോ എനിക്കൊരു 1 hour കോമ്പോസിഷൻ ആണുള്ളത്. ആൻഡ് ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും മിനിറ്റ് ഹാൻഡ് ഒരു ഫുൾ റൗണ്ട് റൊട്ടേറ്റ് ചെയ്യണം. സോ അങ്ങനെ കീ ഫ്രെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ടൈം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കീ ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിവിടെ ടൈം എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ മതി. നമുക്കിവിടെ റൊട്ടേഷൻ പ്രോപ്പർട്ടിയാണ് ആനിമേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ റൊട്ടേഷൻ പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്.
എന്നിട്ട് നമുക്കിവിടെ ടൈം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മിനിറ്റ് ഹാൻഡ് ഇവിടെ മൂവ് ചെയ്യുന്നത് കാണാം. ബട്ട് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഓരോ 1 സെക്കൻഡ് കൂടുമ്പോൾ 1 ഡിഗ്രി മാത്രമേ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈം വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമ്മൾ എക്സ്പ്രഷൻസിൽ ചില മാത്ത് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ടെന്ന്. സോ നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ടൈം സ്റ്റാർ എന്തേരെയാണ് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 30 കൊടുത്തു. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം ഓരോ 1 സെക്കൻഡിലും മിനിറ്റ് ഹാൻഡ് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് എനിക്കിവിടെ ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ടൈം ഇൻറ്റു 360 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ കൊടുക്കുമ്പം 1 സെക്കൻഡിലായിരിക്കും 360 റൊട്ടേറ്റ് ചെയ്യുന്നത്. 2 സെക്കൻഡിൽ നമുക്ക് വേണ്ടതുകൊണ്ട് ഡിവൈഡ് ബൈ 2 കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ആ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഒരു കാര്യം കൂടെ, നമുക്കിത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ്റെ മുന്നിൽ മൈനസ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. സോ നിങ്ങൾക്ക് ടൈം എക്സ്പ്രഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് വിഗിൾ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നോക്കാം. ഈ എക്സ്പ്രഷൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലെയേഴ്സ് വിഗിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിഗിൾ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ സർക്കിളിൽ നമുക്ക് വിഗിൾ എക്സ്പ്രഷൻ ആഡ് ചെയ്ത് നോക്കാം. സോ ഞാൻ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ് ആൻഡ് എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ വിഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. വിഗിൾ എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ബ്രാക്കറ്റിനുള്ളിൽ 2 വാല്യൂസ് കൊടുക്കണം. വാല്യൂ 1 ഫ്രീക്വൻസിയും വാല്യൂ 2 ആംപ്ലിറ്റ്യൂഡും. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര തവണ വിഗിൾ ചെയ്യണമെന്നാണ്. ഒരു 20 വാല്യൂ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു സെക്കൻഡിൽ 20 ടൈംസ് വിഗിൾ ചെയ്യും. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര മാത്രം വിഗിൾ ചെയ്യണമെന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 25 വാല്യൂ കൊടുക്കുവാണെങ്കിൽ 25 പിക്സൽസ് മൂവ് ചെയ്യും. ഓക്കെ, ഒരു കാര്യം കൂടെ, നമ്മൾ റൊട്ടേഷൻ പ്രോപ്പർട്ടിയിലാണ് വിഗിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ പിക്സലിന് പകരം ഡിഗ്രി ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വിഗിൾ എക്സ്പ്രഷൻ്റെ ഉള്ളിൽ വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വാല്യൂ ഞാൻ 20 കൊടുക്കുവാണ്. സോ ഒരു സെക്കൻഡിൽ 20 ടൈംസ് മൂവ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ വാല്യൂ നമുക്കൊരു 25 കൊടുക്കാം. സോ 25 പിക്സൽസ് ഇത് മൂവ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ വിഗിൾ എക്സ്പ്രഷൻ ഇവിടെ വർക്ക് ചെയ്യുന്ന കാണാം. ആൻഡ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, ഈ റൊട്ടേഷൻ, പൊസിഷൻ, സ്കെയിൽ ഈ പ്രോപ്പർട്ടീസിൽ മാത്രമേ നമുക്ക് എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ബട്ട് അങ്ങനെയല്ല. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കീ ഫ്രെയിമബിൾ ആയിട്ടുള്ള ഏത് പ്രോപ്പർട്ടീസിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പ്രഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. ഈ ഇമേജിൽ ഞാനൊരു ഫ്ലിക്കർ എഫക്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. സോ ഈ എക്സാമ്പിൾ കാണിക്കുന്നതിന് കാരണം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ ഫ്ലിക്കർ എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്കതിന് സോഫ്റ്റ്വെയർ പ്ലഗിൻ വേണമെന്ന്. ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വിഗിൾ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഫ്ലിക്കർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Y. ആൻഡ് ഇതിലേക്ക് നമുക്ക് എക്സ്പോഷർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് നമുക്കിവിടെ എക്സ്പോഷറിൻ്റെ വാല്യൂ ആണ് കീ ഫ്രെയിം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ്. ഇത് നമുക്ക് വിഗിൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സെക്കൻഡിൽ 25 ടൈംസ് വിഗിൾ ചെയ്യട്ടെ. ആൻഡ് വാല്യൂ 1 കൂടെ കൊടുത്ത് നോക്കാം. ആൻഡ് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫ്ലിക്കർ എഫക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഫക്റ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.50 എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. സോ നിങ്ങൾക്ക് വിഗിൾ എക്സ്പ്രഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ലൂപ്പ് എക്സ്പ്രഷനെ പറ്റി നോക്കാം. ഇവിടെ ലൂപ്പ് എക്സ്പ്രഷൻ്റെ നെയിം പോലെ തന്നെ നമ്മുടെ ആനിമേഷൻ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലൂപ്പ് എക്സ്പ്രഷന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കീ ഫ്രെയിം ചെയ്തിട്ട് മാത്രമേ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന 2 ലൂപ്പ് എക്സ്പ്രഷൻസ് ആണ് ലൂപ്പ് ഇന്നും ആൻഡ് ലൂപ്പ് ഔട്ടും. ഓക്കെ, ഇനി നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. ഈ സ്മോൾ സർക്കിൾ നമുക്കിതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ആനിമേറ്റ് ചെയ്യാം. സോ ഞാൻ ഇതിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഒരു 2 സെക്കൻഡിലേക്ക് പോയിട്ട് ഞാൻ ഇവിടെ വാല്യൂ 1 കൊടുത്തു. സോ ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. ആൻഡ് എനിക്കിത് വീഡിയോ എൻഡ് ചെയ്യുന്നതോടെ വരെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിനുവേണ്ടി റൊട്ടേഷനിൽ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ലൂപ്പ് ഔട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോമ്പോസിഷൻ തീരുന്നോളം വരെ ആനിമേഷൻ റൊട്ടേറ്റ് ആയിരിക്കുന്ന കാണാം. ഇനി നമുക്കിവിടെ ആനിമേഷൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കീ ഫ്രെയിമിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ലൂപ്പ് ഇൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കീ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവെക്കുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് ലൂപ്പ് ഔട്ട് മാറ്റി ലൂപ്പ് ഇൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ വീഡിയോ ലൂപ്പ് ആകുന്നുണ്ട്. ബട്ട് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ കറക്റ്റ് കീ ഫ്രെയിമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും ഈ ലൂപ്പ് ഓഫ് ആയി പോകും. സോ ഇതാണ് ലൂപ്പ് ഔട്ടും ലൂപ്പ് ഇന്നും തമ്മിലുള്ള ഡിഫറൻസ്. ലൂപ്പ് ഔട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോമ്പോസിഷൻ എൻഡ് ചെയ്യുന്നതോടെ വരെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലൂപ്പ് ഇൻ യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് കീ ഫ്രെയിമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ലൂപ്പ് ഓഫ് ആയി പോകും. സോ നിങ്ങൾക്ക് ലൂപ്പ് എക്സ്പ്രഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫൈനലായിട്ട് പിക്ക് വിപ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ മോഷൻ ട്രാക്കിംഗ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ ആദ്യം ചെയ്ത ക്ലോക്ക് ആനിമേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
ആൻഡ് ഇവിടെ നമ്മൾ മിനിറ്റ് ഹാൻഡ് മാത്രമേ ആനിമേറ്റ് ചെയ്തിട്ടുള്ളൂ. അവർ ഹാൻഡ് കൂടെ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒന്നെങ്കിൽ എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ടൈം എക്സ്പ്രഷൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ റൊട്ടേഷൻ്റെ അടുത്ത് കാണുന്ന പിക് വിപ്പ് ഉപയോഗിച്ച് മിനിറ്റിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർട്ടി നമുക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അവർ ആൻഡ് മിനിറ്റിൻ്റെ അതേ റൊട്ടേഷൻ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നത് കാണാം. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പിക് വിപ്പ് ഉപയോഗിച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പേരൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എക്സ്പ്രഷനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടിയെന്ന് കരുതുന്നു. ആൻഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ, എക്സ്പ്രഷനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.